Hi friends, Andro Creationsile പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന ആൻഡ്രോയിഡ് മൊബൈൽ ആയിരുന്നാലും ശരി, ഐഫോൺ ആയിരുന്നാലും ശരി, അതിൽ എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലയിൻറ്റ് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും സെക്ഷനിൽ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫോണാണോ, എല്ലാ ഫീച്ചേഴ്സുകളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതാണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കറിയാമായിരിക്കും നമ്മുടെ ഫോണിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ടച്ച് സംബന്ധമായിട്ടുള്ളത്, മൈക്ക് സംബന്ധമായിട്ടുള്ളത്, സ്പീക്കർ സംബന്ധമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഡിസ്പ്ലേ സംബന്ധമായിട്ടുള്ളത്, കണക്ടിവിറ്റി സംബന്ധമായിട്ടുള്ളത്, വൈഫൈ, ഹോട്ട്സ്പോട്ട് തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ തന്നെയാണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും നമുക്ക് ഒറ്റ ടച്ചിൽ തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു ചെറിയൊരു ട്രിക്കിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഒരു ചെറിയൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മളത് ചെയ്യാൻ പോകുന്നതും. ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിൽ ആവശ്യമായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. നിങ്ങളൊരു ടെക്നീഷ്യൻ ആണെങ്കിൽ, നിങ്ങൾ ഈ മൊബൈലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ ആണെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾ ഫോൺ നിങ്ങളുടെ കസ്റ്റമർ പറയുന്ന കംപ്ലയിൻറ്റ് റെഡിയാക്കിയതിന് ശേഷം മറ്റെന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വളരെ ഈസിയായിട്ട് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ടെക്നീഷ്യൻ അല്ല, സാധാരണഗതി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളതും ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ആപ്ലിക്കേഷൻ. ഫോൺ ഡോക്ടർ പ്ലസ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ ഇതേപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടിയിരിക്കുന്നത്. ഇതിൽ മുകളിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിവിടെ കാണാൻ സാധിക്കുമെങ്കിലും നിങ്ങൾ ഈ ഒരു ലെൻസിൻ്റെ ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ ഒരു ലെൻസിൻ്റെ ഓപ്ഷനെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു ഇതിലേക്ക് കടക്കുകയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ജനറൽ എന്നും പ്രൊഫഷണൽ എന്നും പറഞ്ഞ രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. പ്രൊഫഷണൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് തന്നെ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു പ്രൊഫഷണലിലെ ഫീച്ചേഴ്സുകൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പൈസ കൊടുത്ത് വാങ്ങേണ്ടതായിട്ട് വരും. പക്ഷേ നിങ്ങൾ അതിൻ്റെ ആവശ്യമില്ല, പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജനറൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ഫോണിലുള്ള പല പ്രോബ്ലംസുകളും നമുക്ക് ഈ വഴി കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ജനറൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്രോഗ്രസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്കിവിടെ റിസീവർ എന്ന്, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർഫേസ് അല്ല വന്നിരിക്കുന്നത് എങ്കിൽ താഴെ വൺ ടച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്ഷനിലേക്ക് പോകാൻ സാധിക്കും. ചിലപ്പോൾ അല്ലാതെ വൺ ടച്ച് അല്ലാത്ത ഒരു സ്ക്രീനായിരിക്കും വരുന്നത് എങ്കിൽ നിങ്ങൾ വൺ ടച്ച് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അവിടെ നിങ്ങൾക്ക് കാൾ ഫങ്ഷൻ, ഞാൻ ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ഈ ഒരു ഫോൺ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി. കാൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഓക്കെ അല്ല. അതിന് കാരണമെന്ന് പറയുന്നത് ഞാനിതിൽ സിം ഇട്ടിട്ടില്ല. സിം ഇട്ട് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്താൽ മാത്രമേ പൂർണ്ണമായിട്ടും ഒരു റിസൾട്ട്, നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ കാൾ ഫങ്ഷൻസ്, നെറ്റ്വർക്ക് സെക്ഷനൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിം ഇട്ട് തന്നെ ചെക്ക് ചെയ്യുക. മെമ്മറി, CPU, വോൾട്ടേജ്, വൈബ്രേറ്റർ, സ്പീക്കർ, മൈക്ക് തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ കാണാൻ സാധിക്കും. ഓരോ സെൻസറുകളുടെയും അതുപോലെ തന്നെ ക്യാമറകളുടെയും ടച്ച് സ്ക്രീൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം ഈ ഒരു സെക്ഷനിൽ പോയതിനു ശേഷം ഇവിടെ ഒരു പ്ലേയുടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ ഇതിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചേഴ്സ് വർക്ക് ചെയ്ത് തുടങ്ങും. ഇതേപോലെ വർക്ക് ചെയ്ത് തുടങ്ങും. ഇത് നെറ്റ്വർക്ക് ഓക്കെ അല്ലാത്തത് കാരണം ഇതിൽ സിം ഇടാത്തതുകൊണ്ടാണ് ഓക്കെ ആവാത്തത്. ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്, നമ്മളൊന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ പെർമിഷനുകൾ ചോദിക്കുകയാണെങ്കിൽ പെർമിഷനുകൾ മാത്രം നിങ്ങൾ അലോ ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി നമ്മൾ വെയിറ്റ് ചെയ്യുക. കുറേ കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ടും ഇതിൻ്റെ റിസൾട്ടും മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നില്ല, ഏതൊക്കെ രീതിയിലാണ് ഫോൾട്ട് ഉള്ളത്, ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി വളരെ ഈസിയായിട്ട് കണ്ടുപിടിക്കാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഷോപ്പിൽ കൊടുത്ത് നമുക്ക് ഈ ഒരു പ്രോബ്ലംസുകൾ നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം ഓരോന്നായിട്ടും ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓരോന്നും റെക്ടിഫൈ, അതായത് ചെക്ക് ചെയ്ത് കംപ്ലയിൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്കിവിടെ ടിക്ക് മാർക്ക് വന്ന് അത് കാണാൻ സാധിക്കും. അവസാനം 100% 100% ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് കണ്ട റൈറ്റിംഗ് സ്പീഡ്, റീഡ് സ്പീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതിൽ റൈറ്റിംഗ് സ്പീഡ്, റീഡ് സ്പീഡിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മുടെ EMMC സംബന്ധമായിട്ട് ഇഷ്യൂസോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറേജ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ റൈറ്റിംഗ് സ്പീഡും റീഡിംഗ് സ്പീഡും ഒക്കെ ഫെയിൽ ആവും. അപ്പോൾ ഇത് നമുക്ക് യൂസ്ഡും ഫ്രീയൊക്കെ ഓക്കെയാണ്. റൈറ്റിംഗ് സ്പീഡും റീഡ് സ്പീഡും ഒക്കെ ഓക്കെയാണ്. അത് കാരണം നമ്മുടെ EMMC സംബന്ധമായിട്ട്, നമ്മുടെ സ്റ്റോറേജ് സംബന്ധമായിട്ട് യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കും. ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫോണിലെ എല്ലാ കാര്യങ്ങളും നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഒരു ടെസ്റ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഞാൻ അതേപോലെ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇതുവഴി നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ലെങ്ത് ആവുന്നത് കൊണ്ട് ഞാൻ ഇത് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങളുടെ റിസൾട്ട്, നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്തായാലും തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കാതിരിക്കുക.
നിങ്ങളുടെ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവർക്ക് നല്ലൊരു ആപ്ലിക്കേഷനാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എന്താ ഫ്രീക്വൻസി, എല്ലാ ഫ്രീക്വൻസിയിലും മൈക്കും മൈക്രോഫോണും അതുപോലെ റിസീവർ എല്ലാ ഫ്രീക്വൻസിയിലും ഓക്കെ ആണോ എന്നുള്ളത് പോലും ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.